വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ താലന്തുകളെപ്പറ്റി പറയുന്ന ഒരു കഥയുണ്ട്. അതിൽ 5 താലന്ത് കൊടുത്ത ഭൃത്യൻ തൻ്റെ യജമാനനെ 10 വർദ്ധിപ്പിച്ചു കൊടുത്ത ഒരു കഥയാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്ന സാജു ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം കമ്പനി പറഞ്ഞതിനേക്കാളിലും കൂടുതൽ ബിസിനസ് ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയുടെ ഒരു ടൂറിസ്റ്റ് യാത്രയുടെ അവസരം ഉണ്ടാകുകയും അത് ചെന്ന ഒരു വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടുകയും അദ്ദേഹം വേണ്ട 6-7 മാസത്തോളം ഒരു ജയിൽവാസം പോലെ ഒരിടത്ത് കഴിയേണ്ടി വന്ന കഥയാണ്. അവിടെ നിന്നും ദൈവത്തിൻ്റെ സംരക്ഷണം എങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ചു, എങ്ങനെ അതിൽ നിന്നും മോചിതനായി എന്നൊരു കഥ നമ്മളോട് പറയും. നമുക്കത് കേൾക്കാം. സാജു, നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു അന്ന് ആ സംഭവിച്ചത്? കഴിഞ്ഞ ഡിസംബർ 2024 ഡിസംബർ 7-ാം തീയതി വൈകിട്ട് ഞങ്ങൾ കമ്പനിയുടെ ഒരു ടൂറിൻ്റെ ഭാഗമായി എനിക്ക് കമ്പനി ഓഫർ ചെയ്ത ഞങ്ങളുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നു. ടാർഗറ്റ് പ്രകാരം ഞാൻ ടാർഗറ്റ് എടുത്തതനുസരിച്ച് എനിക്ക് ഒരു ടൂർ തന്നു. അത് ഞങ്ങളെ മൗറീഷ്യസിലേക്കായിരുന്നു ഈ പ്രാവശ്യത്തെ യാത്ര. അവിടെ ഡിസംബർ 8-ാം തീയതി ഞങ്ങളെത്തി. 5 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു അത്. 5 ദിവസവും അവിടെ നമുക്കറിയാമല്ലോ, ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള സൗത്ത് ആഫ്രിക്കയുടെ അടുത്തുള്ള ഒരു രാജ്യമാണ് മൗറീഷ്യസ്. അവിടെ ഞങ്ങൾ 4 ദിവസവും നല്ല എൻജോയ് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ഡേയിലെ ഒരു പാർക്കിൽ ക്വാഡ് ബൈക്ക് ഇത് ഓടിക്കുവാനുള്ള കമ്പനി ഓഫർ തന്നിരുന്നു. ക്വാഡ് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് വലിയ മഴ പെയ്തു. അവിടെ നിരീച്ചിരിക്കാതെ പലപ്പോഴും മഴ വരാറുണ്ടാകാറുണ്ട്. അപ്പം നമുക്കിതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും അറിയത്തില്ലാത്തതിനാലും അവരതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നിരുന്നതിനാലും ഞാൻ ഇത് ഓഫർ എടുത്തു. ഞാനും എൻ്റെ കമ്പനിയുടെ കേരള മാനേജറായിരുന്ന മിസ്റ്റർ വിനയേന്ദ്രൻ നമ്പ്യാരും ആണ് എന്നോട്. ഞങ്ങൾ രണ്ടുപേരും വലിയ സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് എന്നോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളൊരു റൈഡിന് പോയി 20 മിനിറ്റോളം റൈഡ് ചെയ്തു. പക്ഷേ നല്ല മഴയുള്ള സമയമായപ്പോൾ എൻ്റെ കൈയൊക്കെ വല്ലാത്ത ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ഒരു മരവിപ്പ് പോണൊക്കെ അനുഭവപ്പെട്ടു. അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ ഞാൻ ഒരു കുന്നിൻ മുകളിലേക്ക് കയറി. തിരിച്ച ഒരു സ്ട്രെയിറ്റ് കയറുമായിരുന്നു. ആ കയർവിൽ എൻ്റെ വണ്ടി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കൺട്രോളിൽ നിന്ന് വിട്ടുപോയി. ഒരു കുഴിയിലേക്ക് മറിഞ്ഞ് വണ്ടി അപ്സൈഡ് ഡൗൺ മറിയുകയാണ് ചെയ്തത്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഞാൻ ഇടത്തേക്കും വിനയേന്ദ്രൻ നമ്പ്യാർ സാറ് വലത്തേക്കും മറിഞ്ഞു. പക്ഷെ ദൈവാനുഗ്രഹത്താൽ ഞാൻ മറിഞ്ഞ ആ പോർഷനിലെ ഒരു കുഴി ഉണ്ടായിരുന്നു. ദൈവം എനിക്ക് വെച്ചിരിക്കുന്നത് പോലെ ആ കുഴിയിലേക്ക് ഞാൻ വീണത്. എനിക്ക് വലുതായിട്ട് പരിക്കുകളൊന്നും പറ്റാതെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ വിനയേന്ദ്രൻ നമ്പ്യാർ സാറിൻ്റെ ദേഹത്തേക്കാണ് ആ വണ്ടിയുടെ മെറ്റൽ പോർഷൻ വന്ന് പതിച്ചത്. അങ്ങനെ അവിടെ വെച്ച് തന്നെ എല്ലാം നെഞ്ചിലേക്ക് ബോഡി പതിച്ചതനുസരിച്ച് അപ്പോൾ അവിടെ വെച്ച് തന്നെ സാറിൻ്റെ ജീവൻ പോവുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ അത് കഴിഞ്ഞ് ഒത്തിരി കാര്യങ്ങളിലൂടെ പോലീസ് കേസായി. അത് കഴിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് അവിടെ തടഞ്ഞു വെച്ചു. പോലീസ് കേസായപ്പോൾ തന്നെ അവിടുത്തെ കേസ് കഴിയാതെ എനിക്ക് അവിടുന്ന് പോകാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. പക്ഷേ എനിക്കവിടെ ഫ്രീ ടു മൂവ് ചെയ്യാമായിരുന്നു. അങ്ങനെ അപ്പോഴേ എന്നെ ദൈവദൂതനെ പോണൊക്കെ അവിടുത്തെ മലയാളികളെ എന്നെ ചേർത്ത് നിർത്തി. അതിലൊരു സിബിച്ചൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഹോട്ടലിൽ വരികയും എന്നോട് ചേർത്ത് നിർത്തി എന്നെ ഒന്നും പേടിക്കേണ്ട, നിനക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് നിർത്തി. അതിന് സിബിച്ചൻ്റെ അനിയൻ ബിനോയി എനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് എനിക്ക് പുറത്തൊരു അക്കോമഡേഷൻ കമ്പനിയുടെ അറിവോടുകൂടി തന്നെ, കമ്പനിയുടെ സപ്പോർട്ട് കൂടി തന്നെ എനിക്കൊരു അക്കോമഡേഷൻ തരികയും ഞാൻ അവിടെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വളരെയേറെ അറിയാമല്ലോ, എൻ്റെ മാനസികാവസ്ഥ വളരെയേറെ ഇതായിരുന്നു. വല്ലാത്ത സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് ഞാൻ
ഒത്തിരി ഒത്തിരി വേദന അനുഭവിച്ചു. അപ്പോഴൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒന്ന് ദിനവൃത്താന്തം 4:10 എന്നെ ഒത്തിരി ആകർഷിച്ച ഒരു ദൈവവാക്യമാണ്. എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും എൻ്റെ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമെന്നുള്ള ആ വാർത്ത, ആ വാക്യം ഞാൻ മുറുകെ പിടിച്ചു. അങ്ങനെ എൻ്റെ വിഷമങ്ങൾ മുഴുവൻ ഈശോയുടെ കുരിശിനോട് ഞാൻ ചേർത്ത് വെച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ഇടപെടാതെ പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെ എൻ്റെ ഭാര്യയും ഒക്കെ ഇവിടെ ഒത്തിരി വിഷമം അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ടെൻഷനിലൂടെയാണ് ഞാൻ കടന്നുപോയത് അവിടെ. പക്ഷേ അവിടുത്തെ മലയാളികളെല്ലാം എന്നെ ചേർത്ത് പിടിച്ചു. ഒത്തിരി ഒത്തിരി ആൾക്കാർ, ബിനോയി, ബിജു, അങ്ങനെ തമ്പിച്ചായൻ, അങ്ങനെയൊക്കെ ഒത്തിരി അവിടുത്തെ ക്രിസ്ത്യൻ പ്രീസ്റ്റ് ആയ ജെറോമച്ചൻ, സജിയച്ചൻ, മനുവച്ചൻ ഒക്കെ അതുകൂടെ തന്നെ അവിടുത്തെ സിസ്റ്റേഴ്സ്, ഗൗതമി സിസ്റ്റർ, തെരേസ സിസ്റ്റർ, ഇങ്ങനെയുള്ള ഒത്തിരി സിസ്റ്റേഴ്സും ഇവരൊക്കെ എങ്ങനെ അറിഞ്ഞത്? ഇപ്പം അവിടെ പള്ളിയിൽ വന്ന്, ഞാൻ പള്ളിയിൽ മലയാളം കുർബാനയുണ്ട് മാസത്തിൽ 1. അപ്പം അങ്ങനെ മാസത്തിൽ 1 മലയാളം കുർബാനയിൽ ഞാൻ അവിടെ പോവുകയും എല്ലാ ഇതിലും സംബന്ധിക്കുകയും ചെയ്തു. അവരോടൊക്കെ വലിയ സൗഹൃദം. അതുപോലെ തന്നെ മഡഗാസ്കറിലെ പിതാവ് ജോർജ് പിതാവ് വരികയും എന്നോട് കാര്യങ്ങൾ ചോദിക്കുകയും എൻ്റെ പ്രാർത്ഥിക്കാമെന്ന് പറയുകയും ചെയ്തു. അവിടെ കുർബാനയ്ക്ക് വന്നിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി എല്ലാവരും എന്നോട്, അതുകൂടാതെ ഇവിടുത്തെ വെരൂർ ഇടവക, അതുകൂടാതെ എൻ്റെ ക്ലാസ്മേറ്റ്സ്, എൻ്റെ വ്യാപാര വ്യവസായ ഭാഗത്തുള്ള ഇപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവർ മുന്നോട്ട് എപ്പോഴും എന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നും എന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥനകൾ എനിക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വെരൂർ ഇടവകയിലെ ആൾക്കാരുടെ പ്രാർത്ഥന. അതുകൂടാതെ എന്നെ ജെയിംസ് അച്ഛൻ ഒത്തിരി ഒത്തിരി സഹായിച്ചു. ജെയിംസ് അച്ഛൻ വഴിയായിട്ട് ഇവിടുത്തെ മന്ത്രിമാരായ ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യന്, സുരേഷ് ഗോപി, പിന്നെ ശശി തരൂർ, അതിനു മുമ്പ് തന്നെ എനിക്ക് വേണ്ടി കൊടിക്കുന്ന സുരേഷ് എനിക്ക് വേണ്ടി അവിടെ ഇന്ത്യൻ എംബസിയിൽ എനിക്ക് മെയിൽ വന്നിരുന്നു. ഇവരെയെല്ലാം ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള അവിടുത്തെ ആ ഒരു ജീവിതം എങ്ങനെയായിരുന്നു? അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അതൊന്നും എങ്ങനെ തരണം ചെയ്തു? അപ്പം അങ്ങനെയുള്ള അവിടെ 6 മാസത്തോളം ഞാൻ അവിടെ കഴിഞ്ഞു. പക്ഷേ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഒത്തിരി ടെൻഷൻ അനുഭവിച്ചു. 5 പ്രാവശ്യത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, ഈ BP ഒക്കെ കൂടി. അങ്ങനെ 5 പ്രാവശ്യത്തോളം പോകേണ്ടി വന്നെങ്കിലും എന്നെ എല്ലാവരും ചേർത്ത് നിർത്തി. അവിടുത്തെ എല്ലാ ഫംഗ്ഷനും എനിക്ക് പോകാൻ സാധിച്ചു. അവരെല്ലാം എന്നെ വിളിച്ചിരുന്നു. അപ്പം അതുകൂടാതെ തന്നെ അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു വലിയൊരു റിലീഫായിരുന്നു. അതുകൂടാതെ ഈ ഒരു അവസ്ഥയായിരുന്നതിനാൽ എപ്പോഴും എനിക്ക് ഒരു വല്ലാത്തൊരു ടെൻഷൻ, ചില സമയങ്ങളിലൊക്കെ ഉറക്കമില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഈശോയുടെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കഴിഞ്ഞു. ഒത്തിരി ധ്യാനങ്ങൾ, ഒത്തിരി പ്രഭാഷണങ്ങളൊക്കെ കേട്ടു. ഒത്തിരി ഞാൻ ഫുൾ ഫ്രീ ആയിരിക്കുന്ന അവസ്ഥയായിരുന്നു. അവിടെ ഞാൻ എല്ലാവരുടെയും ഫോൺ കോളുകളും ഈ ദൈവത്തിൻ്റെ ഈ വചനങ്ങളും മാത്രമായിരുന്നു എനിക്ക് പ്രത്യാശ ചെയ്യാൻ. അതിൽ ഞാൻ മുറുകെ പിടിച്ചു. പക്ഷേ ദൈവം എന്നെ ഒരിക്കലും കൈവിട്ടില്ല എന്നുള്ളതാണ്. അവസാന നിമിഷം വരെ എന്നെ അവിടെ ചേർത്ത് നിർത്തി ഉള്ള അവസ്ഥ എനിക്കുണ്ടായിരുന്നു, എൻ്റെ അനുഭവം ഉണ്ട്. അപ്പം അങ്ങനെ എനിക്ക് 6 മാസം ഞാൻ കഴിഞ്ഞ് അവസാനം ഇവരെല്ലാവരുടെയും ഹൈ കമ്മീഷൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെയേറെ എടുത്തു പറയേണ്ടതാണ്. അഡ്വക്കേറ്റ് വഴിയായിട്ട് എനിക്ക് കോടതിയിലെ കേസ് വന്നു. 5.5 മാസം കഴിഞ്ഞപ്പോഴാണ് കേസെടുത്ത് എത്രയും പെട്ടെന്ന് അതിന് ഒരു തീർപ്പുണ്ടായി. ഞാനത് അവിടുത്തെ തെറ്റ് ഏറ്റു പറയാതെ അവിടെ അല്ലെങ്കിൽ കേസ് നീണ്ടു പോകുമായിരുന്നു. അതുകൊണ്ട് തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഗിൽറ്റി പറഞ്ഞുകൊണ്ട് ഞാനവിടെ കോടതിയിൽ എന്ത് ചെയ്തു. അപ്പോൾ ആ കോടതി എനിക്കൊരു ചെറിയ ശിക്ഷ, ഫൈൻ തന്നു. ഫൈൻ തന്ന് ഞാൻ ഫൈൻ അടച്ച് കഴിഞ്ഞിട്ട് പിന്നെ 14 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരികെ വന്നത്. അപ്പം അപ്പോഴൊക്കെ എൻ്റെ കൂടെ എനിക്കറിയാമല്ലോ, എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള തോന്നലുണ്ട്.
അപ്പം എൻ്റെ ഞാൻ എല്ലാ വിഷമങ്ങളും ഈശോയുടെ കുരിശിലൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു പ്രത്യാശയോട് നിൽക്കുമ്പോഴത്തേനും ദൈവം തീർച്ചയായിട്ടും എനിക്ക് രണ്ടാം ജന്മം ആണ് എനിക്കെന്ന് തോന്നി. അപ്പം ഞാൻ അതിനിടയ്ക്ക് ഞാൻ ഓർക്കുന്നത് വിനയേന്ദ്രൻ്റെ ഫാമിലിയാണ്. വിനയേന്ദ്രൻ്റെ ഫാമിലിയിൽ അപ്പനും അമ്മയും അവരെത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഒരു അവർ ജീവിച്ചിരിക്കെ അവരുടെ 2 മക്കളും മരിച്ചുപോയ അവസ്ഥ. ഇതിനു മുമ്പ് അനിയൻ മരിച്ചു പോയിരുന്നു. മൂത്തയാളാണ് ഇത്. അപ്പം അവരെ എല്ലാം ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്, എല്ലാ ദിവസവും ഓർക്കുന്നുണ്ട്. അപ്പം ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ സാജു സാറിനെ പരിചയപ്പെടുന്നത് ഈ വർഷം മാർച്ച് മാസത്തിലാണ്. അദ്ദേഹം ഒരു യാത്രയിൽ ആയിരുന്നു. അവിടെ വെച്ച് ചില പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ പെട്ടുപോയി. അവിടെ നിന്ന് അദ്ദേഹം എന്നെ വിളിക്കുന്നു. പിന്നീടുള്ള 4 മാസക്കാലം പ്രാർത്ഥനയുടെ ഒരു വലിയ കാലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏതാവശ്യമുണ്ടാകുമ്പോഴും എന്നോട് വിളിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, വെച്ചാൽ ആ കാര്യത്തിന് പോയപ്പോൾ അത് ദൈവാനുഗ്രഹമായിട്ട് നന്നായി നടന്നു എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമഘട്ടത്തിൽ പ്രാർത്ഥനയുടേതായൊരു പിന്തുണ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ സന്തോഷപൂർവ്വം ഓർക്കുന്നു. അതിലുപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ ദൈവാശ്രയ ബോധം, എന്ത് സംഭവിക്കുമ്പോഴും തമ്പുരാൻ നടത്തിക്കൊടുന്നുള്ള ദൈവാശ്രയ ബോധം, അത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയും ഇപ്പോൾ അദ്ദേഹം തിരികെ നാട്ടിലെത്തുമ്പോൾ ദൈവത്തിന് നന്ദി സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ചേച്ചി, ഈ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ 6 മാസത്തോളം ഏകാന്ത ജീവിതം, മക്കളാരും ഇവിടെ ഇല്ല, എങ്ങനെ സഹിച്ചു ഇത് എന്ന് പറയാമോ? എങ്ങനെ സഹിച്ചു എന്ന് ചോദിച്ചാൽ ആദ്യത്തെ 2 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്കിത് തരണം ചെയ്യാനുള്ള ശക്തി തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. 1-2 ദിവസമല്ല, സായു ആദ്യമേ പറഞ്ഞു 6 മാസം കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ എന്ന് സായു പറഞ്ഞു. പിന്നെയും ഇടയ്ക്ക് പറയും, ഇടയ്ക്ക് വരാം എന്ന് പറയും. ആ പ്രതീക്ഷയിൽ അങ്ങ് മുന്നോട്ട് പോയി. എന്നാലും ഞാൻ പറഞ്ഞു, എനിക്ക് ശക്തി തരണേ. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, രാത്രിയും പകലും ഒറ്റയ്ക്കേ ഉള്ളൂ, മിണ്ടാൻ ആരുമില്ല. ഞാൻ പകൽ മുഴുവനും കരുണയുടെ കൊന്ത വെച്ചുകൊണ്ടിരുന്നു. സന്ധ്യയാകുമ്പം ജപമാല ചെല്ലും, വിശ്വാസപ്രമാണം ചെല്ലും. അങ്ങനെ ഓരോ ദിവസവും ഞാനങ്ങനെ കഴിച്ചുകൂട്ടി. അതിന് ദൈവം എനിക്ക് ശക്തി തന്നു. ആദ്യമൊക്കെ ഉറങ്ങാൻ ഭയങ്കര പാടായിരുന്നു, പിന്നെ സ്വയമേ അങ്ങ് ഉറങ്ങിപ്പോകുമായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും അങ്ങ് കഴിഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഓരോ ദിവസവും ഞാനങ്ങ് മുന്നോട്ട് പോയി. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും മോൻ വന്നു. അപ്പോൾ പിന്നെ അതിൻ്റേതായ ഒരാശ്വാസം കിട്ടി. പിന്നെ ദൈവമെല്ലാം എനിക്ക് നടത്തി തന്നു. ഒരു കുഴപ്പവും ഇല്ലാതെ അടുത്തുള്ള ആൾക്കാരൊക്കെ സഹായത്തിനുണ്ടായിരുന്നു. അവരെല്ലാം സഹായിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങ് നടന്നുപോയി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. പിന്നെ അന്ന് തുടങ്ങി എല്ലാ ശനിയാഴ്ചയും ഞാൻ പാറേപ്പള്ളിയിൽ പോകുമായിരുന്നു. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഇവിടുന്ന് ഞാൻ പാറേപ്പള്ളിയിൽ പോയി നൊവേനയും കൂടി കുർബാനയും കണ്ട് ഒക്കെയാണ് ഞാൻ ഇവിടെ വന്നത്. ഏതായാലും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ഇത്ര ഒരു വലിയ പരിക്കൊന്നും കൂടാതെ ജയിൽ ശിക്ഷ അനുഭവിക്കാതെ, എന്നാൽ 6 മാസത്തെ ജയിൽ ശിക്ഷ പോലെ അനുഭവിച്ചാണ് വന്നത്. ഏതായാലും ഈ സംഭവം ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു. വളരെ